സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുകയാണ്. കെഎസ്ഇബി പ്രവർത്തനങ്ങളിലുണ്ടായ വീഴ്ചകളാണ് ഇപ്പോൾ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. വൈദ്യുതി വിതരണം പദ്ധതികളിലെ വീഴ്ച, ട്രാൻസ്ഫോർമർ സ്ഥാപനം എന്നിവയിൽ കാണുന്ന അനാസ്ഥയും ഭരണപരമായ ദൗർബല്യവും ചേർന്നതാണ് ഈ ആരോപണങ്ങൾ ശക്തമാക്കുന്നത്. വൈദ്യുതി ഉപഭോഗം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനൊത്ത അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കെഎസ്ഇബി പരാജയപ്പെട്ടുവെന്നാണ് പ്രധാന വിമർശനം. സംസ്ഥാനത്ത് പല പ്രദേശങ്ങളിലും ട്രാൻസ്ഫോർമറുകളുടെ ശേഷി കുറഞ്ഞതുമൂലം വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചുവരികയാണ്. നിരവധി ഗ്രാമങ്ങളിലും നഗരപരിസരങ്ങളിലും ഉപഭോക്താക്കൾക്ക് സ്ഥിരമായ വൈദ്യുതി ലഭ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അതേസമയം വൈദ്യുതി വാങ്ങുന്നതിലുണ്ടായ സാമ്പത്തിക ഭാരം ഉപഭോക്താക്കളുടെ മേൽ ചുമത്തിയെന്നാണ് ആരോപണം. വൈദ്യുതി നിരക്കുകളിൽ തുടർച്ചയായ വർധനവ് സാധാരണ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. വൈദ്യുതിയുണ്ടെങ്കിലും വിതരണം ശരിയായില്ല, വിതരണം ചെയ്താലും വില നിയന്ത്രണമില്ല എന്നതാണ് ജനങ്ങളുടെ പൊതുപരാതി. കൂടാതെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയുണ്ടായിട്ടും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തതും കെഎസ്ഇബിയുടെ വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വേനൽക്കാലം തുടങ്ങിയാൽ തന്നെ വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണ മുൻകൂട്ടി പ്ലാനിംഗ് നടത്താതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ട്രാൻസ്ഫോർമർ പ്രശ്നങ്ങൾ. പല പ്രദേശങ്ങളിലും ട്രാൻസ്ഫോർമറുകൾ പൊട്ടിപ്പോകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്നു. പഴക്കം ചെന്ന ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ വീഴ്ച വരുത്തിയതും പുതിയത് സ്ഥാപിക്കുന്നതിൽ വൈകിയതുമാണ് ഇതിനു കാരണം. ചില സ്ഥലങ്ങളിൽ പുതിയ ട്രാൻസ്ഫോർമറുകൾക്ക് ആവശ്യമായ ഷെഡുകൾ പോലുമില്ലെന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. വൈദ്യുതി വാങ്ങുന്നതിലെ ക്രമക്കേട് ആരോപണം. വൈദ്യുതി വാങ്ങുന്നതിൽ സുതാര്യത കുറവാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി നഷ്ടം വരുത്തുന്നതായി വിമർശകർ പറയുന്നു. ഈ നഷ്ടം അവസാനത്തിൽ ഉപഭോക്താക്കൾക്ക് ബാധ്യതയായി മാറുന്നു. ഭരണപരമായ വീഴ്ചകൾ. കെഎസ്ഇബിയുടെ ഭരണനിർവഹണത്തിൽ കാര്യക്ഷമത കുറവാണെന്നാണ് ആരോപണം. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതും ഫണ്ട് ഉപയോഗത്തിൽ വ്യക്തതയില്ലായ്മയും പ്രശ്നങ്ങളെ വഷളാക്കുന്നു. സർക്കാർ തലത്തിൽ മേൽനോട്ടം ശക്തമാക്കാത്തതും ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ. ഇത് രാഷ്ട്രീയമായും വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷം കെഎസ്ഇബിയുടെ പ്രവർത്തനങ്ങളെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് ഭരണത്തിന്റെ പരാജയമാണ് എന്നതാണ് അവരുടെ വാദം. അതേസമയം സർക്കാർ ഭാഗത്തുനിന്ന് ഇതിനെതിരെ പ്രതിരോധ നിലപാടാണ്. വൈദ്യുതി ആവശ്യകതയുടെ അപ്രതീക്ഷിത വർധനവും കാലാവസ്ഥാ ഘടകങ്ങളും പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഈ വാദം പൊതുജനങ്ങളെ പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്തുന്നില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ട്. വൈദ്യുതി മുടക്കം ദിനചര്യയെ ബാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ചെറുകിട വ്യവസായികൾക്ക് അവരുടെ പ്രവർത്തനങ്ങളിലും വലിയ തിരിച്ചടിയാണ്. ആശുപത്രികൾ പോലുള്ള അടിയന്തര സേവന മേഖലകളിലും ഇതിന്റെ പ്രതികൂല ഫലങ്ങൾ അനുഭവിക്കുന്നു. മുന്നോട്ടുള്ള വഴി. ഇപ്പോൾ ആവശ്യമായത് അടിയന്തര പരിഹാര നടപടികളാണ്. ട്രാൻസ്ഫോർമർ അപ്ഗ്രേഡ് ചെയ്യുക, വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുക, സുതാര്യമായ വൈദ്യുതി വാങ്ങൽ നയം നടപ്പിലാക്കുക, നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നഷ്ടം കുറയ്ക്കുക. ഇവ നടപ്പിലാക്കിയാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് ദീർഘകാല പരിഹാരം കാണാൻ കഴിയൂ. അവസാനമായി, കെഎസ്ഇബിയെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ പ്രശ്നം മാത്രമല്ല, അത് സംസ്ഥാനത്തിന്റെ വികസനവുമായി നേരിട്ടു ബന്ധമുള്ള വിഷയമാണ്. വൈദ്യുതി മേഖലയിൽ സ്ഥിരതയില്ലെങ്കിൽ വ്യവസായ വളർച്ചയും സാമ്പത്തിക പുരോഗതിയും ബാധിക്കപ്പെടും. അതിനാൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്വം.